ആണോ? പിണറായി വിജയനാണോ നിങ്ങളുടെ തൊഴിലുറപ്പിന്റെ കൂലി കൂട്ടുന്നത്? അല്ല. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. 2014 ചായക്കച്ചവടക്കാരന്റെ മകനായിട്ടുള്ള നരേന്ദ്ര ദാമോദർദാസ് മോഡി, അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഗുജറാത്തിലെ വട്നഗർ റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ ചായക്കറ്റിൽ, അവർക്ക് ഈ ചായക്കറ്റിലാണ്, ഗുജറാത്തിലെ ചായ വെക്കുന്ന ജോലിയാണ് ട്രെയിനുകളിൽ. അപ്പൊ ഈ അച്ഛൻ ചായയായിട്ട് പോകുമ്പോ ഈ മകൻ ചെറുപ്പകാലത്ത് കെറ്റിലുമായിട്ട് പോകും, ചായ തീരുമ്പോ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം വലിയ സവർണ ജാതിയിൽപ്പെട്ട ആളൊന്നുമല്ല, ഒരു OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ്, പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ചായ കൊടുക്കുന്നതിന് അദ്ദേഹത്തിന്റെ കുടുംബം പുലർത്താൻ, കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ, പാവപ്പെട്ടവന്റെ വേദന അറിയുന്ന നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയതാരാ? BJP. മാത്രമല്ല, നിങ്ങളെപ്പോലെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വലിയ വർഗീയവാദിയാണ്, മുസ്ലിങ്ങളെ കൊല്ലും, ക്രിസ്ത്യാനികളെ കൊല്ലും, ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. 2014 അധികാരത്തിൽ വന്നിട്ട് അദ്ദേഹം ഏതെങ്കിലും മുസ്ലിങ്ങളെ കുത്തിക്കൊന്നു? അദ്ദേഹം ഭരണം നടത്തി. നിങ്ങളുടെ 170 രൂപ ഉണ്ടായിരുന്ന ശമ്പളം BJP ആദ്യം അധികാരത്തിൽ വന്നപ്പോ ഇവര് പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ പോകുന്നു, നിങ്ങളെല്ലാം പിരിച്ചുവിടാൻ പോവുകയാണ്. ആരാ പറഞ്ഞേ? ഇടതുപക്ഷവും വലതുപക്ഷവും. 170 രൂപ കിടന്ന ഇപ്പൊ നിങ്ങൾക്ക് 300 രൂപയ്ക്ക് പുറത്ത് ശമ്പളമായി. തൂമ്പായ്ക്ക് 10 രൂപ, ഈ പിടിച്ചിരിക്കുന്ന തൂമ്പായ്ക്ക് 10 രൂപയുണ്ട്. പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഇനി കൂടാൻ പോകുന്നു. BJP ഉൾപ്പെടെയുള്ളവർ നിവേദനം കൊടുത്തു കഴിഞ്ഞു. 150 ദിവസമെങ്കിലും കുറഞ്ഞത് ഞങ്ങളുടെ തൊഴിലുറപ്പ് അമ്മമാർക്ക്, സഹോദരിമാർക്ക് ഇവിടെ തൊഴിലുറപ്പ് വരുത്തണം. 3 സീറ്റുള്ള CPM-കാരനെ കൊണ്ടാണോ കഴിയുന്നത്? 303 സീറ്റുള്ള BJP-യെ കൊണ്ടാണോ കഴിയുന്നത്? ഇത് കൂട്ടുന്നത് ആരാ? ഇവരല്ല. ഇവരെ ഇവിടെ കിടന്ന് മുദ്രാവാക്യം വിളിച്ച് നിങ്ങളുടെ ഇന്ന് 30 രൂപ വേണമെങ്കിൽ പിരിക്കും, ഡൽഹി പോകണം, നിവേദനം കൊടുക്കണം, നിങ്ങളുടെ ശമ്പളം ഞങ്ങൾ മുഖാന്തരമാണ് കൂട്ടുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇന്ന് പൈസ പിരിക്കും. പക്ഷെ നരേന്ദ്രമോദി അങ്ങനെയല്ല, നിങ്ങളുടെ ശമ്പളം കൂട്ടുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, കർഷകരുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ വീതം ഒരു വർഷം, 6000 രൂപ. അമ്മയുടെ ഓർമ്മയിൽ വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രി 6000 രൂപ അക്കൗണ്ടിൽ തന്നിട്ടുണ്ടോ? അമ്മ ഒറ്റ മനുഷ്യർ കൊടുത്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. പെൻഷൻ കൊണ്ട് ചെന്നാൽ 100 രൂപ 200 രൂപ വീതം പിരിവെഴുതും. അരിവാൾ ചുറ്റിക, അരിവാൾ നെൽക്കതിർ. നരേന്ദ്രമോദിയുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നപ്പം താമരയിലെ ആരെങ്കിലും വന്ന് നിങ്ങളോട് പൈസ ചോദിച്ചു? ചേച്ചി, ഒരു 6000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നല്ലോ, അതിൽ നിന്ന് ഞങ്ങൾക്കൊരു 100 രൂപ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിന് തരണമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഇതിലൂടെയാണ്. പാവപ്പെട്ട കർഷകന്റെ അക്കൗണ്ടിലേക്ക് 6000 രൂപ കൊടുക്കുന്നു, തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കൂട്ടുന്നു, അതുപോലെ തന്നെ 10000